ഈശ്വരസന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഭാരതീയ ദേവീ രൂപങ്ങളുടെ ശില്പങ്ങളിലോ ചിത്രങ്ങളിലോ അവരെക്കുറിച്ചുള്ള വർണ്ണങ്ങളിലോ ഒക്കെ അവരുടെ ദിവ്യപ്രഭാവം വർദ്ധിപ്പിക്കുന്ന തിളങ്ങുന്ന മൂക്കുത്തികൾ ധരിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ തിളങ്ങുന്ന മൂക്കുത്തി ധരിച്ച സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ദിവ്യത്വം തുളുമ്പുന്ന സ്ത്രീകൾക്ക് മൂക്കുത്തിധാരികളായി ചിത്രീകരിക്കപ്പെടുന്നതും സാധാരണമാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രശസ്തമായ മൂക്കുത്തി കന്യാകുമാരി ദേവിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും. കന്യാകുമാരി ദേവിയുടെ വിഗ്രഹത്തിലെ വജ്രമൂക്കുത്തിയും മാണിക്യമൂക്കുത്തിയും അവിശ്വസനീയമായ തേജസ് പുറപ്പെടുവിക്കുന്നവയാണ്. പഴയകാലത്ത് ദൂരെയുള്ള കപ്പലുകൾ മൂക്കുത്തിയിൽ നിന്നുള്ള തിളക്കം കാണുകയും തുറമുഖത്തെ വിളക്കുമാടമാണെന്ന് കരുതി കന്യാകുമാരിയിൽ നങ്കൂരമിടാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ തീരത്തിനടുത്തുള്ള പാറകളിൽ തട്ടി മിക്ക കപ്പലുകളും തകർന്നു. ഇതേ തുടർന്ന് സമുദ്രത്തിലേക്ക് ദർശനം നൽകുന്ന ശ്രീകോവിലിൻ്റെ കിഴക്കേ വാതിൽ ആചാരപരമായി അടച്ചു. ഇപ്പോൾ ആചാരപരമായ അഭിഷേകത്തിനായി ദേവി പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ മാത്രമാണ് ഈ നട തുറക്കുന്നത്. ഇത്തരം ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ പരമ്പരാഗത ഭാരതീയ ആഭരണങ്ങൾ എന്ന നിലയിൽ മൂക്കുത്തിയുടെ പ്രാധാന്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇന്ന് പല സ്ത്രീകളും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായോ അലങ്കാര ആഭരണമായോ ഒക്കെ മൂക്കുത്തി ധരിക്കുന്നു. മൂക്കുത്തി ധരിക്കുന്നത് വാസ്തവത്തിൽ ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. വിശ്വാസപരമായും മൂക്കുത്തി ധരിക്കുന്നത് ശുഭകാര്യമാണെന്നാണ് പല ഇന്ത്യൻ പ്രദേശങ്ങളിലെയും വിശ്വാസം. സ്വർണം, വെള്ളി, മറ്റ് ലോഹങ്ങൾ എന്നിവയിൽ തീർത്ത മൂക്കുത്തികൾ ധരിക്കാമെങ്കിലും സ്വർണം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും പ്രദാനം ചെയ്യുന്ന വ്യാഴം ശക്തിപ്പെടുത്തുവാൻ സ്വർണ്ണധാരണത്തിലൂടെ സാധിക്കും. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ലോഹമാണ് സ്വർണം എന്നാണ് വിശ്വാസം. ഇപ്പോൾ വജ്രമുക്കുത്തികൾക്ക് വളരെ പ്രചാരമുണ്ട്. അത് വളരെ ലളിതവും ആകർഷകവുമാണ്. എന്നാലും ഇത് എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രത്നമല്ല. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരാളുടെ ഗ്രഹനിലയിൽ ശുക്രൻ അനബലേഷണീയമായ സ്ഥാനത്ത് നിൽക്കുന്നവർ വജ്രം ധരിക്കരുത്. അതേസമയം ശുക്രൻ അനുകൂല സ്ഥാനങ്ങളിൽ ഉള്ളവർക്കും ശുക്രൻ്റെ രാശിയിൽ ജനിച്ചവർക്കും വജ്രത്തിൽ തീർത്ത മൂക്കുത്തി ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. മൂക്കുത്തി ഏത് വശത്താണ് ധരിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ട്. മൂക്കിൻ്റെ ഇടതുവശത്തോ അതോ വലതുവശത്തോ മൂക്കുത്തി ധരിക്കാം. എന്നിരുന്നാലും പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്ത്രീകൾ ഇടതുവശത്ത് മൂക്കുത്തി ധരിക്കുന്നതാണ് ഉത്തമം എന്ന് വേദങ്ങൾ പറയുന്നു. നാസദ്വാരങ്ങളോട് ചേർന്ന് ധാരാളം ഞരമ്പുകളുണ്ട്. മൂക്കിൻ്റെ ഇടതുഭാഗം തുളയ്ക്കുമ്പോൾ ഈ നാഡികൾ ഉത്തേജിക്കപ്പെടുമെന്ന് ആയുർവേദം പറയുന്നു. ഇത് ഗർഭാശയത്തെ ആരോഗ്യകരമാക്കുകയും ആർത്തവ വേദനയും പ്രസവ വേദനയും ലഘൂകരിക്കുകയും ചെയ്യും. അതിനാൽ സ്ത്രീകൾ ഇടതുവശത്ത് മൂക്കുത്തി ധരിക്കുന്നതാണ് നല്ലത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.